കഴിഞ്ഞ ദിവസം ഓട്ടം തികച്ച് നിത്യതയിൽ പ്രവേശിച്ച നമ്മുടെ പ്രിയ സഹോദരി ഷെറിൻ ഷിനോയുടെ ഭൗതിക ശരീരത്തിന് യാത്രയപ്പ് നൽകുവാൻ നാം ഒരുമിച്ച് ഈ പകലിലൂടെ കൂടിയിരിക്കുന്നുവല്ലോ. വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെയും കർത്തദാസന്മാരെയും പ്രാരംഭമായി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ സകലവിധ ആശ്വാസവും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി വി ജോൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നാം ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി വി ജോൺ. ദൈവമേ, നീ അവരെ ആശ്വസിപ്പിക്കണം. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ ശക്തീകരിക്കുന്നു. മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു, സഹോദരി ഞങ്ങൾ ഓർക്കുന്നു, ഉണ്ടിച്ചായ മാതാവ് പ്രിയപ്പെടുമാണെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും ആശ്വസിപ്പിക്കണം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. പ്രവാസന്മാരെ ദൈവം ബലപ്പെടുത്തണം. ഇവിടെ സംസാരിക്കുന്ന തിരുവചനങ്ങൾ, പാടുന്ന പാട്ടുകൾ, വായിക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഏവർക്കും ആശ്വാസകരമായി തീരുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശുശ്രൂഷയെ നിയന്ത്രിക്കുകയാണ്. ദൈവകാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. മതത്തിനായി ദൈവം എല്ലാം ചെയ്യണം. പ്രാർത്ഥനകൾ നമുക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നന്ദി. കാൺമാൻ കൂടി
നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥനാപൂർവം. സർവവിശ്വാസത്തിന്റെയും ഉറവിടമായ സത്യത്തിനായി ദൈവസന്നിധികളായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും തലകെട്ട് നിൽക്കുന്നതായി അന്തരീക്ഷത്തിലും ദൈവം മാത്രമാണ് നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ ആശ്വാസം. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ദൈവവചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ഞങ്ങളെ ആശ്വസിപ്പിച്ച് കർത്താവ് ഞങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആശ്രയം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൽ ജനിക്കുവാൻ, കർത്താവിനെ വിശ്വസിക്കുവാൻ, ചുരുങ്ങിയ ഒരു കാലം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ എൻ്റെ മകളെ സഹായിച്ചു. ലോകത്തിൽ താൻ പ്രതീക്ഷിച്ചത് പലതും നേടിയില്ലെങ്കിലും ദൈവമേ, നിത്യതയിൽ എനിക്ക് വലിയൊരു അവകാശമുള്ളത് കൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ പലരുള്ളവൻ സത്യവാനും വിശുദ്ധനുമാകുന്നു എന്ന വചനപ്രകാരം ആ സത്യവാനും വിശുദ്ധന്റെയും കൂട്ടത്തിൽ ദാസിയെയും ദൈവം അംഗീകരിക്കുകയാണ്. സ്തോത്രം. തുടർന്നിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവരെ ആശ്വസിപ്പിക്കണം. വിശേഷാൽ ദാസൻ പ്രാശിഷനോയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ ശക്തീകരിക്കുന്നു. മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. സഹോദരി ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുന്നു. കർത്തൃദാസന്മാരെ ദൈവം ബലപ്പെടുത്തുന്നു. ഇവിടെ സംസാരിക്കുന്ന തിരുവചനങ്ങൾ, പാടുന്ന പാട്ടുകൾ, വായിക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഏവർക്കും ആശ്വാസകരമായി തീരണം. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശുശ്രൂഷയെ നിയന്ത്രിക്കണം. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. മഹത്വത്തിനായി ദൈവം എല്ലാം ചെയ്യണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്തൃദാസന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സീറ്റിൽ ദയവായിരിക്കണം. അവിടെ കടന്നു വരുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രവേശന സൗകര്യം ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം ആവർത്തിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവർ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
ജോക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ തോന്നും. അന്നേരമൊക്കെയും പറയും, മിക്കവാറും പറയും, അങ്ങനെ ഒന്നിട്ട് ജോക്ക് പറയാം, ഞാൻ ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞ് ഈ ദിവസങ്ങൾ വളരെയധികം ദുഃഖിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രിയ പൈതൃക വൃത്തിയാല് എൻ്റെ പ്രിയ മകളുടെ വിവാഹ സമയത്ത് വിവാഹം കഴിഞ്ഞ് പോയിപ്പോൾ എൻ്റെ മോളുടെ പേരും ഷെറിൻ എന്നാണ്. ആ സമയത്ത് ഞാൻ ഷെറിനോട് പറഞ്ഞു, ഷെറിനെ എൻ്റെ മോള് ദൂരേക്കാണ് പോകുന്നത്, നീ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് വിളിക്കണം. അത് അത്രയ്ക്ക് ക്ഷേമമായിരുന്നു എനിക്ക് ഈ പൈതലിനോട്. അതുപോലെ തന്നെ ഞങ്ങൾ അതുപോലെ ആത്മാർത്ഥതയോടുകൂടിയാണ് അവിടെ ആയിരുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഭാരമുണ്ടായി. എങ്കിലും ആശ്വാസം പകർന്ന ദൈവം കുടുംബത്തെയും ഞങ്ങളുടെ സഭയുടെ എല്ലാവരെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഇവിടെയുള്ള സഭയെയും എൻ്റെ വ്യക്തിപരമായി സ്വയം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. Brother Benson Abraham, let the name of the God be glorified, the creator of the life. I don't know what to say at this moment. Since 2001, I and Pastor Shinoy were good friends, and we have shared very meaningful time when we were studying for BD in Faith Theological Seminary.
an unexpected event that took in his life. We, the batchmates, were never able to take that thing in our life. When I heard first, I said, no, it cannot happen. Then I called to different friends, and in the Facebook, and I seen the comment, I was really broken. I know Pastor Shinoy. He's a very committed servant of God, as we have shared the years. But one thing is the reality, that is the death. And God has the complete control of our life. At this moment, to the believing family, especially to Pastor Shinoy, what I could say is that God has His purpose, and in His second coming, we could be able to see the faith of Sister Cheryl. I, on behalf of my family, as well as the batchmates of BD 2001 to 2005, convey the deep condolence, and I pray that God may give the grace and God may give the peace so that we could be leading faithfully. God. ഇപ്പോൾ ഖൈറൊരു പ്രത്യാശാഗീതം പാടും. നാം എല്ലാവരും ചേർന്ന് നമുക്ക് ഗാനങ്ങൾ പാടി ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശിക്കാം. കർത്താവ് സഹായിക്കട്ടെ. വിശേഷമായി ബ്രദർ സാൻകുട്ടി മാമൻ, പ്രൊഫസർ പോൾ രാജ്, ബ്രദർ TM George, Siddharth Nagar Church, and Sister Susan Stephen, Sister Elizabeth Thomas, and Sister Chris Rajan. ഈ പ്രിയപ്പെട്ടവർ കണ്ടോളൻസിനായി തയ്യാറായിക്കൊള്ളുക. അതോടൊപ്പം നമ്മുടെ ഫോർമർ റീജിയണൽ ഓവർസിയർ ദാവദാസൻ പാസ്റ്റർ മത്തായി, അദ്ദേഹത്തിൻ്റെ കുടുംബം, പാസ്റ്റർ ഷിനോയെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ ദുഃഖം അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ദാവദാസൻ പാസ്റ്റർ മത്തായിയുടെയും കുടുംബത്തിൻ്റെയും ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇവാഞ്ചലിസം ഡയറക്ടർ പാസ്റ്റർ ഡിയോ വർഗീസ് ശരീരത്തിൻ്റെ സൗഖ്യമില്ലാതെ തന്നെ കേരളത്തിലായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവർ തൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ ജോഷുവ ഗോപാലകൃഷ്ണൻ ഫ്രം ന്യൂഡൽഹി sent his condolences. ഈ ആശ്വാസവചനങ്ങളാൽ പ്രിയപ്പെട്ടവരെ കർത്താവ് പിന്നെയും ഉറപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. Now prayer.
Sanguti Maman. Sit here. Okay. Professor Paul Raj. Professor Paul Raj. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ മനസ്സിലുള്ള പിതാവും സകല ആശ്വാസവും നൽകുന്നതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വയൽപ്രദേശത്തുവായ കർത്താവിൽ ശ്രേഷ്ഠദാസന്മാർക്ക് പ്രിയാച്ചന് കൂടപ്പെട്ടതായ ദൈവജനങ്ങൾക്ക് ഇരുഭവനങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഞാൻ എന്താണ് പറയേണ്ടത്? 2 മിനിറ്റിനകമായിട്ട് എന്ത് പറഞ്ഞു തീർക്കാനൊക്കും? അതേ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ. കർത്താവിന്റെ വിശുദ്ധന്മാര് ആമേൻ അവര് വിശ്രമിക്കേണ്ടതായ സമയത്ത് കർത്താവ് വിളിച്ചു ചേർക്കുന്നു. അതിന് താഴെ അതേ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയക്ഷറിന്റെ പ്രവൃത്തി അതേ ഈ ഭൂമിയിൽ മാത്രമായിരുന്നില്ല, അതേ മരണത്തിന് ശേഷം നിത്യവിശ്രാമത്തിനായിട്ട് കടന്നുപോയിരിക്കുന്നു. അവിടെയും അവരുടെ പ്രവൃത്തിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ പൈതലിനെ കണ്ട നാൾ മുതൽ അതേ ഒരു കാര്യം എനിക്ക് പ്രത്യേക ശ്രദ്ധിപ്പാൻ ഇടയായി. അതെ, എന്നെ കാണുമ്പോൾ, അവൾ സ്നേഹിക്കുന്നതായ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ദൈവ സ്നേഹത്തിൽ കൂടെ ദൈവത്തിന് സ്തോത്രം. അതിമനോഹരമായ പുഞ്ചിരി കാണുമ്പോൾ സകല കാര്യങ്ങളോടെ പറഞ്ഞു തീർക്കും. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ പിരിഞ്ഞു പോകുന്നതായ സമയത്തും ദൈവകൃപയിൽ കൂടെയുള്ളതായ മനോഹരമായ പുഞ്ചിരി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 2-3 ദിവസക്കാലം ഞാൻ ദൈവത്തിന്റെ സ്ഥലത്തിൽ ഇങ്ങനെ ചിന്തിച്ചു. ദൈവം കൊടുത്തിരുന്ന ആയുഷ്കാലം കർത്താവിന്റെ വയൽ പ്രദേശത്ത് തന്റെ പൂന്തോട്ടത്തിൽ വളരുവാൻ അതേ പ്രിയ വയലിനിടയായി. മനോഹരമായ പുഷ്പം അതേ പുഷ്പിച്ചു വിടർന്ന സമയത്ത്, മധുരമായ വാസന പുറപ്പെടുവിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ആ പുഷ്പത്തിന്റെ ഉടമയായാൽ ആ പുഷ്പത്തെ എടുത്ത് തന്റെ വിശുദ്ധന്മാരിൽ വിശ്രമിക്കുന്ന നിത്യവിശ്രാമത്തിൽ അലങ്കരിക്കുന്നതിന് വേണ്ടി അവളെ വിടുത്തല്ലോ. കർത്താവിന്റെ നാമോത്തുമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നതായ സകല പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് 2 ഭവനങ്ങളെയും ദൈവമായ കർത്താവിന്റെ ദിവ്യ സമാധാനത്താൽ അവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും തുടർന്ന് ക്രിസ്തുയേശുക്കൂടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥ ചർച്ചിന്റെയും ആമേൻ എന്റെ കുടുംബത്തിന്റെയും നാമത്തിൽ ഈ പ്രത്യേക സമയത്ത് എന്റെ അനുശോചനം അറിയിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയും സമാധാനവും നാം ഇവരോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. I am not here representing the church, rather I am closely associated with this family, with Thambi Matthew. 1987 മുതൽ ഈ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതിന് കാരണമായിരുന്നത് പാസ്റ്റർ തോമസ് ആൻഡ്രൂസ് ഫാമിലി ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, വിക്രോളിൽ അവർ 2 പേരും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പാസ്റ്റർ തോമസ് ആൻഡ്രൂസ് അമ്മാമയുമായിട്ട് പോയി അവരെ കണ്ട സമയത്ത് ഓർക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ കാണുന്ന ചില വർഷങ്ങൾക്ക് ശേഷം ഒരു നാട്ടിൽ നിന്ന് കടന്നു വന്നപ്പോഴാണ്. എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. അനേക കാര്യങ്ങളുണ്ട്. പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഇവരെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഷീനോടുള്ള ബന്ധത്തിൽ. ഷീന ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാഭിഷേകം പ്രാപിച്ചത്. ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാൻ അധികം താമസിയാതെ ഷീന ദൈവ വേലയ്ക്കായി തന്നെ സമർപ്പിക്കുകയും ഇത്രത്തോളം വലിയൊരു സമൂഹത്തിന് കൂട്ടാളിത്തം വഹിപ്പാൻ കർത്താവ് ഒരുക്കുകയും ചെയ്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഷീന എന്നുള്ളതാണ്, ഷെനായല്ല ഞങ്ങൾ അറിയുന്ന ഷീന എന്നാണ്. ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഏതാണ്ട് 700 ഫ്രണ്ട്സ് ഷീനുള്ളത്, കൂടുതലും പാസ്റ്റേഴ്സ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടില്ലാത്ത വ്യക്തികളാണ്. ഡൽഹിയിൽ നിന്നും ശുശ്രൂഷ സഭയിലെ വിശ്വാസികൾക്ക് വന്ന് കാണുമ്പോൾ എത്ര സ്നേഹം വലിയൊരു കുടുംബമായിരുന്നു കാണുവാൻ അറിഞ്ഞതിൽ കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. It was unfortunate that I could not meet Sherin at any time. Just 2-3 months back, they came to both Sheen and both the wives. They came to my house to see me specifically.
but I could not see them. That time I was busy for some other occasion. അതുകൊണ്ട് ആ ദുഃഖം എന്നെ ഭരിക്കുന്നുണ്ട്. But I know one thing, God's plan nobody can change. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും അവരെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് ആർക്കും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ശരീരം അവിടെ നിന്ന് കണ്ടോ എന്ന് പറയൂ. In the sweet by and by we will see the other shore. തീർച്ചയായിട്ടും നമുക്കൊരു പുലരിയിൽ ശരീരനെ ഒരുപക്ഷെ ഈ ശരീരത്തില്ലെങ്കിൽ വീൺമയമായ ശരീരത്തോടു കൂടെ കാണാൻ പ്രതീക്ഷിക്കുന്നു. ഈ തരുണത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം, even on behalf of the Church of God in India, Goregaon, we express a deep condolence to the bereaved family. May the God Almighty give them the peace of understanding from the heaven. Thank you so much. Sister Susan Stephen. പ്രിയ ദേവദാസി ഭദ്രദാസി ഷിനോയുമൊത്ത് ദൈവസന്നിധിയിൽ അനേക ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനൊക്കെ അവസരം ഒരുക്കി. പ്രത്യേകിച്ച് 2 വർഷത്തെ പരിചയമാണ് ഞങ്ങൾക്ക് പ്രിയ ഭദ്രദാസിയുമായിട്ടുള്ളത്. ഈ 2 വർഷം കണ്ടിന്യൂസായിട്ടുള്ളതല്ല. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്ക് കടന്നു പോകും. അവിടെ മാതൃസഭയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പ്രിയ ഭദ്രദാസിയെ കാണുവാനും സ്നേഹിക്കുവാനും ഉള്ള സന്തോഷം അനുഭവിക്കാനും കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മാമയായി, ഞങ്ങളുടെ യൂത്തിന് ഒരു കൂട്ടുകാരിയായി, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രായമായ ഞങ്ങൾക്ക് ഒരു പൈതലായിട്ട് ഈ ദിവസങ്ങളിലൂടെ ശോഭിക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഈ കഴിഞ്ഞ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥയായത് ഡൽഹിയിലായിരിക്കുമ്പോഴാണല്ലോ കർത്താവിന്റെ ഞങ്ങളുടെ ആത്മീയ പൈതലായിരുന്ന ഷിനോയ് മാത്യു ഷറിനെ വിവാഹം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം പ്രിയ പൈതൽ ഞങ്ങളെ വിട്ട് ഡൽഹിയിലേക്ക് കടന്നു പോവുകയാണല്ലോ എന്നുള്ളൊരു ഭാരം ഞങ്ങൾ ഭരിച്ചുവെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി. കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ പ്രിയദാസൻ കുടുംബമായിട്ട് കടന്നു പോകുന്നത്. അതുപോലെ പ്രിയ അമ്മാമയെ അനുജത്തിയും ഒക്കെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ച് അവരെ ഡൽഹിയിലേക്ക് യാത്ര അയച്ചു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ ചെയ്തെടുക്കുവാൻ കൊണ്ട് ദൈവദാസിനെ കുടുംബമായിട്ട് കർത്താവ് സഹായിച്ചു. പ്രിയ ദൈവദാസി ഭദ്രദാസി എന്ന പേരിനെ അർഹയാക്കി തീർത്ത ദൈവത്തിന്റെ വലിയ പൊന്നു നാമം മഹത്വമായിട്ടെ. മോശയുടെ സൗമ്യത അവനെ വലിയവനാക്കിയതുപോലെ പ്രിയ ഷെറിന്റെ സൗമ്യത അവളെ വലിയവളാക്കി തീർത്തു. എപ്രകാരം തന്റെ കുടുംബത്തിലും തന്റെ സഭയിലും ഞാൻ കടന്നുപോയ ജോലി ചെയ്ത സ്ഥാനത്തും താനായിരുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവളെ വലിയവളാക്കി തീർത്തതിന്റെ അതിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാകട്ടെ. അവിടുത്തെ ശുശ്രൂഷ തീർന്നപ്പോൾ അവരുടെ ജോലി സ്ഥാനത്ത് നല്ല സാക്ഷികളായി അവിടെ അവരുടെ ശുശ്രൂഷ സ്ഥാനത്ത് ദേവദാസനോട് ചേർന്ന് അവനെ വിസിറ്റിങ്ങിനും എല്ലാ മീറ്റിങ്ങുകൾക്കും ഒക്കെ പങ്കെടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, പ്രിയ ഷിനോയ് ഞങ്ങളുടെ ആത്മീയ പൈതലാണ്. കർത്താവൻ ഞങ്ങളുടെ സഭയിൽ വന്നു, സ്നാനപ്പെട്ടു, ദൈവസഭയിലെ ദൈവദാസനായിട്ട് ഞങ്ങൾ കർത്താവിനെ അഭിഷേകം ചെയ്തു. കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുമ്പോഴാണല്ലോ ഈ വിവാഹം. ഈ വിവാഹത്തിന് ശേഷം തന്റെ ശുശ്രൂഷയ്ക്ക് വലിയൊരു മാറ്റമുണ്ടായി. അത് കഴിഞ്ഞ മാസമാണ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാക്കി. കടന്നു വന്നപ്പോൾ നിത്യതയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും മാത്രമാണ് ഞങ്ങളെ കാണുമ്പോൾ പ്രിയ ദൈവദാസൻ പറയാറുണ്ടായിരുന്നത്. ഞാൻ ഓർത്ത് എന്താ ഇതിന്റെ കാരണം, കർത്താവ് വരാൻ അടുത്തത് കൊണ്ടായിരിക്കുമെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രിയ ദൈവദാസിയെ ഒരുക്കുന്നതായ ദിവസങ്ങളായിരുന്നു. ഈ ദൈവദാസിക്കുണ്ടായിരുന്ന പ്രത്യേകത ദൈവം അതിനെ കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് അപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു. ഇപ്പോൾ മനസ്സിലായി കർത്താവ് അവളെ വിളിക്കുന്നുണ്ട്. ആ വിളിയുടേതായിട്ടുള്ള ആ സമയത്തേക്ക് കടന്നു വരുമ്പോൾ ഒരുക്കപ്പെട്ടു പോകുവാൻ അവസരം തീർച്ചയായിട്ടും ദൈവദാസി പൂർണ്ണമായി ഈ ചെറുപ്രായത്തിൽ തന്നെ തന്റെ വേലയെ തികച്ചുകൊണ്ട് കർത്താവ് അവളെ ഏൽപ്പിച്ച വേല തികച്ചുകൊണ്ട് ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദം കേട്ട് കർത്താവ് സന്നിധിയിലേക്ക് കടന്നു പോകാനിടയായത് ഒരു പ്രത്യേക ആർക്കും അറിയാത്തൊരു സംഭവമാണ്. രാത്രി ഇവിടുന്ന് ഞങ്ങളൊരു സഭയായിട്ട് സെന്റ് ഓഫ് കൊടുത്താണ് പ്രിയ കുഞ്ഞുങ്ങളെ ഫിൻലാൻഡിലേക്ക് അയച്ചത്. കാരണം 1.5 വർഷം കഴിഞ്ഞ് മാത്രമേ കടന്നു വരികയുള്ളല്ലോ. അവിടെ പോയി ഒരു വലിയ സഭയൊക്കെ നിങ്ങൾ സ്ഥാപിച്ചിട്ട് ഞങ്ങളെ കൂടെ അങ്ങോട്ട് വിളിക്കണേ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ അയച്ചു.
അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ 1 മാസം കഴിഞ്ഞ് ഏകദേശം 37 ദിവസം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കടന്നു വന്നപ്പോൾ ഒരു തലവേദന മാത്രം, യാതൊരു വിധത്തിലും അവൾ വേദന അനുഭവിക്കേണ്ടതായ അവസ്ഥ അവിടെ കുടുംബജീവിതത്തിലോ അവിടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു തലവേദന വന്നപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം മാതാവും സഹോദരിയും പ്രിയ ഷിനോയ് പാസ്റ്റർ ചേർന്ന് കൈപിടിച്ച് പ്രാർത്ഥിച്ചവർ വീണ്ടും ഉറങ്ങി. തലവേദനയല്ലേ എന്ന് വിചാരിച്ചു. 4 സമയം കഴിഞ്ഞ് ചില വോമിറ്റിങ്ങൊക്കെ വന്നെങ്കിലും പിന്നെയും അവർ ഉറങ്ങിയെങ്കിൽ ഈ പ്രിയ സഹോദരി ഇവർ ഉറങ്ങുന്ന സമയത്ത് തലയിൽ എണ്ണ തേച്ച് രാത്രിയിൽ പോയി കുളിച്ചിട്ട് വന്ന് പിന്നെയും കിടന്നു. 2 മണിയായി സമയം. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവ് ഇത്രമാത്രം അവളെ ഒരുക്കിയെടുക്കുവാൻ. അവൾ ആത്മീയമായി ഒരുങ്ങിയതുപോലെ തന്നെ അവളുടെ ശരീരത്തിൽ ഒരു ഇന്നസെന്റായിട്ട് ഒരു വിശുദ്ധിയായിട്ട് ജീവിച്ചിട്ടാണല്ലോ ഈ ലോകത്തിന്റെ യാതൊരു മാന്യവും തട്ടാതെ അവൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ ഇടയായതെന്നാൽ ചില നിമിഷങ്ങൾ കൂടെ കർത്താവൾക്ക് കൊടുത്തു. അവിടെയും ദൈവം അവളെ മാനിച്ചു. എന്നാൽ ഇന്ത്യയിലെ ഇന്ത്യ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ആയിരുന്നെങ്കിൽ, ഡൽഹിയിലായിരുന്നെങ്കിൽ ഇത്രമാത്രം സാക്ഷികൾക്ക് ഉണ്ടാകില്ലായിരുന്നു. വിദേശത്തും കടന്നുപോയി കർത്താവിന്റെ സാക്ഷ്യം ആയി ജീവിപ്പാൻ, നല്ല സാക്ഷിയായി തീരുവാൻ, അവളെ മാനിക്കുവാൻ ദൈവയുടെ ഇന്ത്യ ഗവൺമെന്റ് അവളുടെ സകലവിധമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യൻ എംബസി വഴി സകല ആചാരമല്ലാങ്ങളും ബഹുമതികൾക്ക് കൊടുത്താണ് അവളെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്രകാരം അടക്കിക്കൊണ്ടുവന്നാൽ അവൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സന്തോഷിക്കുന്നു. ഇതൊക്കെയും കണ്ട് സന്തോഷിക്കുന്നു. അവളുടെ വിളിയും തിരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കിക്കൊണ്ട് വളരെ സൈലന്റായി പുഞ്ചിരിയോടുകൂടി അവിടെ വിശ്വാസ ജീവിതം തീർത്തു. അവൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നല്ല ഓട്ടമോടി നല്ല പോലെ വലുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടെന്നാൽ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയാണ്. ചെറിയ കാലയളവിൽ ഇത്ര മാത്രം ഈ ദൈവദാസിയെ കർത്തദാസിയെ കർത്താവ് മാനിച്ചെങ്കിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഈ ദിവസം ഉറപ്പാക്കേണ്ടതായിട്ടിരിക്കുന്നു. എപ്പോഴാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അവരെ സഹായിക്കട്ടെ. ഒപ്പം തന്നെ ഇരു കുടുംബങ്ങളെ, പ്രത്യേകിച്ച് രാമീയ മകനായ പ്രിയ ഷിനോയെയും കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. ഇന്നലെ നല്ലൊരു പ്രസംഗം ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു. അത് ഞങ്ങൾ കേട്ട് ഞങ്ങൾ വളരെ പ്രത്യാശയുള്ളവരായി തീർന്നു. പ്രകാരം നീയുള്ള ശുശ്രൂഷകളും കർത്താവിന്റെ പ്ലാനിന് പ്രകാരം കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ മാത്രം ചൂടൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ വേലയെ തികയ്ക്കുവാൻ്റെ ഗുണം ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ഒപ്പം തന്നെ പ്രിയ കുടുംബങ്ങളെ, വേദനയിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. Sister Elizabeth Thomas, and after that Chris Yagan. സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതല്ല. സ്വർഗത്തിലെ ദൈവം എല്ലാം നന്നായി അറിയുന്നു, നന്നായി ചെയ്യുന്നു. രാജാവിൻ്റെ പ്രവൃത്തി തിടുക്കത്തോടെ ഉള്ളതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഷെറിനെ ചില തിടുക്കത്തോടെ ചില പ്രവൃത്തികൾ തികച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സമയം കൊടുത്തു. ഷെറിന്റെ 19ാമത്തെ വയസ്സിൽ അവൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി മിനിസ്ട്രിയിൽ. 23ാമത്തെ വയസ്സിൽ അവൾ വിവാഹിതയായി ഒരു കർത്താവിന്റെ ദാസനെ കൊണ്ട്. 26ാമത്തെ വയസ്സിൽ രാജാവിന്റെ പ്രവൃത്തി തിടുക്കത്തോടെ ചെയ്ത് 26ാമത്തെ വയസ്സിൽ നിത്യ രാജാവിന്റെ അടുക്കലേക്ക് രാജാവ് വിളിച്ചു. അപ്രകാരം നമ്മുടെ പ്രിയ പൈതൽ കടന്നു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്താൽ സംഭവിച്ചു, രാജാവിന്റെ പ്രവൃത്തിയാണെന്ന്. സാധാരണ ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ബഹുമതി അവൾക്ക് കിട്ടുകയില്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഷെറിനെ സ്നേഹിച്ചതിനാല്, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചതിനാല് പാസ്റ്റർ ഷിനോയുമായി, അതായത് എൻ്റെ കൊച്ചുമകനുമായി വിവാഹം നടക്കുകയും ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി ഷെറിനെ നന്നായി ഒരുക്കിയെടുക്കുവാൻ നമ്മുടെ പാസ്റ്റർ ഷിനോയെ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ. അവർ രണ്ടും ചേർന്ന് ഇരു കുടുംബത്തിലെ മാതാപിതാക്കൾ അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത്, ദൈവ മക്കൾ അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് വിശ്വസ്തയോടെ സേവ ചെയ്തുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഇരിക്കവേ ഷെറിനൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അമ്മച്ചി അറിഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാവരെക്കായാലും അല്പം ബന്ധം കൂടുതലുള്ളത് കൊണ്ട്, മോനെ നീ എവിടെയാണ്? അമ്മച്ചി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. അച്ചാച്ചൻ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് അമ്മച്ചി
ഞാൻ സംസാരിക്കുന്നത്. അമ്മച്ചി ഇന്ന് ഉപവാസ പ്രാർത്ഥിക്കണം. ഓഫീസിൽ നിന്ന് വെള്ളിയാഴ്ച 5 മണിയാകുമ്പോൾ വരുമ്പോൾ 5:30 ആകുമ്പോൾ അവര് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഓടുകയാണ്. ഒന്നോർക്കണം, ദൈവമാരാണ്. 11-ാം മണി മുന്തിരിത്തോട്ടത്തിൽ അധ്വാനം ചെയ്യുവാൻ വിളിച്ചു വേർതിരിച്ച പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. തന്റെ പ്രിയപ്പെട്ടവൾ തന്നെ വിട്ട് നിത്യതയിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഈ സമയത്ത് വില്ലാജിൽ നിന്ന് എന്റെ കൊച്ചനെ വിളിച്ചു. ഷിനോയി, ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെയാ? അമ്മാമേ, ഞാൻ എംബസിയിലാണ്. ഈ ബോഡി ഇന്ത്യയിലേക്ക്, അതായത് ബോംബെയിലേക്ക്, അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായ സകല കാര്യവും പ്രിയ പൈതൽ തനിയെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ, അനേക ഭക്തന്മാരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും മരിച്ചു. അവരുടെ ഭക്തന്മാർ അവരുടെ സ്വന്തം കൈകൊണ്ട് കുഴിയെടുത്ത് ഹല്ലേലൂയ തന്റെ പ്രിയപ്പെട്ടവളെ മറവ് ചെയ്ത കാര്യം ഞാൻ ഓർത്തു. ഇന്നും അന്നത്തെ പോലെയല്ല, ഇന്നും അതുപോലെ ഭക്തർ ഉണ്ടല്ലോ. ഷിനോയ് ഒരു ഭക്തനായിരുന്നത് കൊണ്ട് സാധാരണ ജനത്തെ പോലെ വിലപിക്കാതെ അവന്റെ 2 കുടുംബവും ഭക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നത് കൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയായി നമ്മുടെ പ്രിയ പൈതലിന് സ്വർഗം ഒരുക്കി. ഇത് ദൈവത്തിന്റെ വലിയ കരുണ. എല്ലാം ദ്രുതഗതിയിൽ തന്റെ കുഞ്ഞിനെ കൊണ്ട് ഷെറിനെ കൊണ്ട് ചെയ്തെടുപ്പിച്ചു. ഇത് ദൈവമാണ് അവർക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യം അല്ലെങ്കിൽ നിത്യതയിൽ നമ്മളും അതുപോലെ പോകേണ്ടവരാണ്. നമ്മുടെ ഷെറിനെ നമുക്ക് മുഖാമുഖം കാണുവാൻ സ്വർഗം ഇടയാക്കും. ദാവീദ് രാജാവ് പറഞ്ഞ പോലെ ഇനിയും തന്റെ മകൻ മരിച്ചപ്പോൾ ഇനിയും വിലപിച്ചിട്ടും കരഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറപടിയായി ചെയ്ത് 2 കുടുംബങ്ങൾക്കും അനേകർക്കും ആശ്വാസം പകരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കിൽ Greetings to you all in the precious name of our Lord and Savior Jesus Christ. Though I had known Sharon for a very short while, she had won my heart as a very close friend, very trustworthy. Whenever I used to look at her face, smile emitted from her face, and a glory of God used to be there through her presence. And whenever I used to have a hug, she used to have that sincere love. But again, I used to witness it always whenever I used to go close to her. I really miss her. It is a huge loss for us, for the entire family. But I can assure you, probably she is very precious in the sight of the Lord, that God separated her from us to be with her. And I can even assure you that we would be taken with her in the clouds as our coming of the Lord is soon. I, on behalf of the Western District YP, the Gilgal Tabernacle Church, myself and my family express our heartfelt condolences to the family, Pastor Shinoy, Meryl and Mommy. With this, I would like to end. Brother P.K. Shashi, is he here? Yeah. 1 minute in that. Yes. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. സന്നിധിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, അഗാധമായ ദുഃഖത്തിലായിരിക്കുന്ന ഷിനോയ് പാസ്റ്റർ, ആൻറ്റി, സിസ്റ്റർ മെറിൻ, മറ്റേ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രധാനദാസി പാസ്റ്റർ ഷിനോയ് ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷനായിരിക്കാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ ശുശ്രൂഷാവേളയിൽ തൻ്റെ ശുശ്രൂഷകളിൽ സിംഹഭാഗവും വിശുദ്ധീകരണം, പ്രത്യാശ, നമുക്ക് ലഭിക്കാനുള്ള നിത്യത, അവയെക്കുറിച്ചായിരുന്നു ചെയ്തത്. ഞങ്ങളെ ദൈവവചനത്തോട് ഉറപ്പിക്കുന്ന വിഷയത്തിൽ
താൻ അതീവ തൽപരനായിരുന്നു. ആ കാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്തപ്പോൾ കർത്താവ് സഹായിച്ചു. എനിക്കുണ്ടായി ചിലർ പറഞ്ഞല്ലോ, കർത്തദാസി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസന് എങ്ങനെ കൈത്താങ്ങലായിരിക്കണമെന്ന് ഉള്ളതിന് ഒരു ഉത്തമ മാതൃകയായിരുന്നു. അത് നേരിട്ട് കാണുവാനും അനുഭവിപ്പാനും ഞങ്ങൾക്കിടയാക്കി. കഴിഞ്ഞ 2 വർഷക്കാലം താൻ ഞങ്ങളുടെ പാസ്വാന്റിയായിരുന്നു. സഭയിലെ ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു നിലപാട് തനിക്കുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാവരോടും അതിൻ്റെതായ ഇടപെടുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ തന്നെ ഒരു പ്രാർത്ഥനയാവുമ്പോൾ പോലും മുടക്കാതെ വളരെ ശുഷ്കാന്തിയോടെ കടന്നു വന്ന് ഞങ്ങളെയൊക്കെ ബലപ്പെടുത്തുമായിരുന്നു. ഈ വാർത്ത കേട്ട് ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലായിരിക്കുന്നു. സഹോദരന്മാർ മിക്കവരും, ഞങ്ങളുടെ ദേവദാസി സഹോദരന്മാർ മിക്കവരും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും നോയിഡ ദേവസഭയുടെയും അഗാധമായ ആ ദുഃഖവും അനുശോചനവും പാസ്റ്റർ അറിയിക്കുന്നു. താൻ ഞങ്ങളോട് പ്രസംഗിച്ച ആ വചനത്താൽ കർത്താവ് തന്നെയും മറ്റു കുടുംബാംഗങ്ങളെയും ബലപ്പെടുത്തില്ല എന്ന് ആശംസിക്കുന്നു. അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. തുടർന്ന് ഖൈർ ഒരു ഗാനത്തിന്റെ ഈരടികൾ പാടും. നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷമായി ദൈവസഭയുടെ സെൻട്രൽ വെസ്റ്റ് റീജിയനിലുള്ള സഹോദരിമാരെ മുഴുവൻ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ദൈവസഭയുടെ റീജിയണൽ ഓവർസിയർ ആയിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ജോസഫ് മാത്യുവിന്റെ സെഹദർമണി സിസ്റ്റർ ഷേർലി ജോസഫ് മാത്യു. She will take few minutes representing all the sisters in Central West region. അതിനുശേഷം ബ്രദർ തോമസ് സാമുവേൽ, Church of God Northern District Secretary, ബ്രദർ തോമസ് സാമുവേൽ. അതിനുശേഷമായി കർത്താവദാസൻ പാസ്റ്റർ ജോൺ സി മുട്ടുവേലി മഹനീയ ബൈബിൾ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് കർത്താവദാസൻ പാസ്റ്റർ ഷിനോയ് സി മാത്യു ദൈവസഭയുടെ മഹനീയ ബൈബിൾ കോളേജിന്റെ ഒരു അനുഗ്രഹീതനായിരിക്കുന്ന അധ്യാപകൻ ആയിരുന്നു. അതുകൊണ്ട് മഹനീയ ബൈബിൾ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് പാസ്റ്റർ ജോൺ സി മുട്ടുവേലി, അതിനുശേഷം പാസ്റ്റർ ജോൺ വി സാമുവൽ, then പാസ്റ്റർ മാത്യു സാമുവൽ, റീജിയണൽ കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്ത് പാസ്റ്റർ മാത്യു സാമുവൽ. ഈ ദേവദാസന്മാർ, ഈ പ്രിയപ്പെട്ടവർ അവരുടെ അനുശോചനം അറിയിക്കും. Now the choir, please. യാത്ര
Sister Shelley Joseph Matthew. Praise the Lord. On behalf of all the sisters of Central West region, I stand here to just say a few words regarding our sister Shelley. I'm really very sad at heart that I know Sister Shelley only for the last 2.5 years from the time of her marriage with Pastor Sheen. From the time I've known her, I've seen her. She has been such an innocent girl. I've seen many women, because I am a person who observes people a lot. I've seen her, I have always told at home, my God, she looks so much like a doll, an innocent girl. God really loved her. That's the reason why God has plucked her out of the garden and taken for his own wish. I thank God. She has worked for the Lord in the time she was married to Pastor Sheen. But definitely in the 2.5 years, she has done a lot. I've been married to Pastor for the last 27 years. I do not know. I think that my work is still not fulfilled or not according to the God's wish, or what I do not know, not in God's wish, what He wants, I have not been able to complete. That's the reason why we are still in this world. Definitely one day, it's not a very long time. We will soon have a time like this, or if that's not God's second coming, we'll all fly away. But Sister Shelley has fulfilled God's wishes. For what God has brought her into this world, she has done it. That's the reason why she has flown away. Our deep felt condolences, especially to Pastor Sheen and his family, especially to Auntie and Marin and all the dear relatives. May God console you. Our words are not enough to just console you. Definitely God Almighty with His words, may He console you. Please. Brother Thomas Samuel, New Delhi. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയായ കർത്തൃദാസന്മാർ, കുടുംബത്തിലായിരിക്കുന്ന പാർശ്വ ഷെറിന്റെ മാതാപിതാക്കൾ, സന്നിഹിതരായിരിക്കുന്ന വിവിധ പട്ടണങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവങ്ങളും ദൈവം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. വളരെയധികം വിഷയകരമായ ഒരു വാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരിക്കലും വിശ്വസിക്കുവാൻ, ഈ ലോകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലൊരു വാർത്ത ഞങ്ങളെ ഏവരെയും വളരെയധികം പ്രയാസപ്പെടുത്തി. ഏകദേശം 3 വർഷമായി ദൈവദാസൻ പാസ്റ്റർ ഷീനോയുമായി ബന്ധത്തിൽ ദൈവവേലയിൽ കൈത്താങ്ങലുകളോടെ ആയിരിക്കാൻ ദൈവം അടിയങ്ങൾക്കും ഇടയാക്കി. നോയിഡയിലെ ചർച്ചിലെ പാസ്റ്ററായി കടന്നു വന്നുള്ളതാണ് അദ്ദേഹത്തെ പരിചയം. വളരെയധികം യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെയധികം ശക്തമായി യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും വൈപിയുടെ റീജിയണൽ പ്രസിഡന്റായി പ്രവർത്തിക്കുവാനും വളരെയധികം ദൈവമാർക്കും വേണ്ടി പ്രവർത്തിക്കാൻ വളരെ ദൈവകാലം തികച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഷിനോയ് സി മാത്യു. അദ്ദേഹത്തിന്റെ വിവാഹം അവിടെ ഡൽഹിയിലായിരുന്നപ്പോൾ തന്നെയാണ് നടന്നത്. വളരെ ചുരുക്കം നാളുകളെ ഷെറിൻ പാസ്റ്ററോടൊപ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ സിസ്റ്റർ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മൈറുകാറിലുള്ള ചർച്ചുകൊണ്ട് സഭയിലേക്ക് ഒരു പ്രസംഗത്തിനായി പുള്ളി കടന്നു വന്നപ്പോഴേ, കുടുംബമായി കടന്നു വന്നപ്പോഴേ, ആ പ്രസംഗവും നിത്യതയെ കുറിച്ച് തന്നെയായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. ഞങ്ങൾ വളരെയധികം അവിടെ ഇരുന്ന ജനം മുഴുവൻ ആത്മാവിലാവുകയും ആരാധിക്കുകയും ആ പ്രസംഗം കേട്ട് വളരെയധികം ദൈവത്തിന്റെ വാക്കുകൾ വളരെ ശക്തമായി പ്രസംഗിക്കുവാൻ ദൈവദാസൻ ഇടയായി. തീർച്ചയായും ഷെറിന്റെ വിയോഗം നമുക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല, കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. എങ്കിലും സകല ആശ്വാസത്തിന്റെയും ഉറവിടനായ ദൈവം ആശ്വാസവും ദൈവകൃപയും ദൈവിക സമാധാനം ആ കുടുംബത്തിന് നൽകട്ടെ. നോർത്തേൺ ഡിസ്ട്രിക്റ്റിന്റെ വിവിധ സഭകളുടെ അനുശോചന ഗീതത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം പിതാവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ സി മുട്ടുവേലി മഹനീയ ബൈബിൾ കോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയുന്നില്ലെങ്കിൽ ഒരു വാക്യം വായിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു.
ഏകദേശം 4 വർഷത്തിന് മുമ്പോട്ടാണ് ഞാൻ ഉത്തർപ്രദേശിൽ ഝാൻസിയിൽ ശുശ്രൂഷനായിരിക്കുമ്പോൾ പാസ്റ്റർ തോമസ് ആൻഡ്രൂസിൽ നിന്നാണ് ഷിനോയിയെ പരിചയപ്പെടുവാനായത്. പരിചയപ്പെട്ട സമയം മുതൽ FTS പഠിച്ചതിന് ശേഷം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് FTS പഠിച്ച വിദ്യാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹം അതേ സെയിം കോളേജിൽ പഠിച്ചതായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വളരെ ആത്മാർത്ഥമായി സ്നേഹം. അനേക പ്രാവശ്യം ഞാൻ ഇരിക്കുന്ന പല സഭകളിലും ഝാൻസി, രോഹിണി മുതലായ സഭകളെല്ലാം ദൈവം ശുശ്രൂഷിക്കാനിടയായി. എന്നാൽ ഈ കാലഘട്ടത്തിൽ താൻ വിവാഹിതനാകുകയും തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ ദൈവം നൽകുവാനിടയാകുകയും ചെയ്തു. ഈ വിഷയം ഞാൻ അറിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. വളരെ യൗവന കാലഘട്ടത്തിൽ തന്നെ മരണദുഃഖത്തിന് അല്ലെങ്കിൽ വേർപാടിന്റെ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെയും മരണം എന്റെ മുഖാമുഖം കാണുവാനും അതിന് ആ മനുഷ്യന്റെ മുഖത്തെ കാണുന്ന ഏത് പ്രത്യാശ വാക്കുകളാണ് പറയേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഈ പ്രത്യേക സമയത്തിൽ ഞാൻ വന്നപ്പോൾ ഷിനോയുടെ മുഖത്തേക്ക് നോക്കുവാനിടയായി. താൻ വളരെ ദുഃഖിതനെങ്കിൽ തന്നെയും മുഖത്ത് വളരെ പ്രത്യാശയോടെ നിറയ്ക്കുന്നതിന് കാണുവാൻ കഴിഞ്ഞു. സഭാപ്രസംഗി ജ്ഞാനിയായ ശലോമോൻ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുകയാണ്. ദൈവമെല്ലാം അതിന്റെ ഭംഗിയായി അതിന്റെ സമയത്ത് ചെയ്യുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു. God puts eternity in man's heart. മനുഷ്യന്റെ അകത്ത് വച്ചിരിക്കുന്ന നിത്യതയാകുന്ന പ്രഭാവത്തെ അതേത് സമയത്താണ് പുറത്തേക്ക് വരുന്നതെന്ന് അറിയുന്നില്ല. അതേത് സമയത്തും പുറത്തേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അതൊരു മുട്ടയ്ക്കകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞു പോലെ പുറത്തു വരുമ്പോൾ നിത്യതയിലേക്ക് അത് പറന്നു പോകേണ്ടിയാണ്. സങ്കീർത്തനക്കാരൻ പാടി പോലെ, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കാമായിരുന്നു. പ്രിയാശരി, നിത്യതയുടെ ആ പ്രത്യേക സ്ഥാനത്ത് പോയി വിശ്രമിക്കുമ്പോൾ ഒരു നാൾ പിന്നെയും ആ പ്രത്യാശയുടെ തീരത്ത് വെച്ച് കാണാമെന്നുള്ള ആശംസ, പ്രത്യാശയുടെ തീരത്ത് കാണാമെന്നുള്ള പ്രത്യാശയാൽ ഞാൻ ആ കുടുംബത്തെ ആശംസിക്കുന്നു. അവർക്ക് എന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. മഹനീയം ബൈബിൾ കോളേജിലെ അധ്യാപകനായി ചില വർഷങ്ങൾ മാത്രമേ താൻ പഠിപ്പിച്ചുള്ളെങ്കിലും താൻ കൗൺസിലിംഗ് വിഷയത്തിൽ വളരെ അഗാധമായ വിഷയങ്ങൾ പഠിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങൾ ലഭിക്കാനിടയായി തിരിച്ചു. ഈ പ്രത്യേക സന്ദർഭത്തിൽ മഹനീയം ബൈബിൾ കോളേജിന്റെയും എന്റെ കുടുംബത്തിന്റെയും നേരുൾ ദൈവസഭയുടെയും പ്രത്യേക അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ നിർമ്മിക്കുന്നു. ദൈവം തന്നെ ആശ്വസിക്കട്ടെ. Pastor Babu Thangatsan from New Delhi House Class. And after that, Pastor John B. Samuel, is he somewhere here? Okay. I think he's not here. Okay, then Pastor Matthew Samuel representing the Regional Council. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച വൈകിയ വേളയിൽ ശുശ്രൂഷകൻ രോഗിയായി കഴിയുന്നുവെന്നറിഞ്ഞ് ആശ്വസിപ്പിക്കാനായി ഞാൻ ഫിൻലാൻഡിലേക്ക് പാസ്റ്റർ ഷിനോയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഈ വിവരം ഞാൻ നേരിട്ടറിഞ്ഞത്. പാസ്റ്ററെ, അവൾ കർത്താവിൻ്റെ അടുക്കൽ പോയി. ഇറ്റ് ഈസ് കൺഫേംഡ്. അതെ, കൺഫേംഡ്. എനിക്ക് പറയുവാൻ വാക്കുകളില്ലാതെ ഫോൺ കട്ട് ചെയ്യുകയുണ്ടായി. പാസ്റ്റർ ഷിനോയ്, സിസ്റ്റർ ഷെറിൻ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിരുന്നു. ഷിനോയെ നിങ്ങൾക്ക് പലർക്കും നന്നായി അറിയാമെങ്കിലും സിസ്റ്റർ ഷെറിനെ മുംബൈ നിവാസികൾക്ക് അധികം അറിയത്തില്ല. പക്ഷേ ഡൽഹി പട്ടണത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇവിടെ പലരും പറഞ്ഞതുപോലെ തികഞ്ഞ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കയായ ഒരു നല്ല കർത്തൃദാസിയാവാൻ ബന്ധപ്പെടുന്ന ഒരു സഹോദരിയായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഏറ്റവും അടുത്ത ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു സിസ്റ്റർ ഷെറിൻ. അവർ ഫിൻലാൻഡിലേക്ക് പോകുന്നതിന് തലേ രാത്രി ദ്വാരകയിലുള്ള വീട്ടിൽ ഞങ്ങൾ ചെന്ന് സമയങ്ങളിരുന്ന് അവരുടെ ഫർണിച്ചറെല്ലാം ഡിസ്പോസ് ഓഫ് ചെയ്ത് ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ വട്ടം ഇരുന്ന് പല കാര്യങ്ങൾ സംസാരിച്ചു. അവരുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസൊക്കെ പലതും പറഞ്ഞു. പക്ഷേ അൺഎക്സ്പെക്റ്റഡായി നമ്മുടെ ദൃഷ്ടിയിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം ഹൃദയത്തിൽ ദുഃഖമുളവാക്കുന്നു. ഇവിടെ വന്ന് എങ്ങനെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഇവിടെ എത്തിയെങ്കിലും ഇവിടെയുള്ള പ്രത്യാശയുടെ വാക്കുകൾ, പാസ്റ്റർ ഷിനോയുടെ ധൈര്യം, ഇതൊക്കെ കണ്ട് എനിക്കും ബലപ്പെടുവാനിടയായി തീർന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ ദൈവമകളെ ഉന്നതമായ ഒരു ജോലി ദൈവം നൽകി. ഏറ്റവും ഒടുവിൽ ഇലവന്തവരാണെങ്കിൽ പോലും
ഒരു കർത്താവിൻ്റെ വേലക്കാരിയാക്കി രാജകീയമായ റോയലായ 2 നിലയിലും ആമേൻ ഒരു യാത്രയായിട്ട് സെൻഡ് ഓഫ് നൽകുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഇത്രയും കർത്തൃദാസന്മാർ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടത് ഒരു കർത്തൃദാസിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഷെറിൻ പലപ്പോഴും കർത്തൃവേലിൽ അത്യുത്സാഹിയായിരുന്നു. പൂർണ്ണസമയ സുവിശേഷ വേലക്കാരികളായ ഞങ്ങളുടെ ഭാര്യമാർ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ അധികം ഷെറിൻ അത്യുത്സാഹിയായിരുന്നു. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഫാസ്റ്റ് കാറുമായി ഓഫീസിൻ്റെ അടുത്ത് ചെല്ലും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഓഫീസിൽ ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് 40 കിലോമീറ്റർ അകലെ ആമേൻ നോയിഡായി പോയി വീട് വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് മീറ്റിങ്ങുകൾ നടത്തി അർദ്ധരാത്രിയിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വന്ന് വിശ്രമിച്ച് വീണ്ടും രാവിലെ തൻ്റെ ജോലിക്ക് പോകും. കർത്തൃദാസൻ എപ്പോഴും ആശ്വാസമായി അനുഗ്രഹമായിരുന്നു. ഈ സഹോദരിയുടെ വേർപാട് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്കും, എൻ്റെ വൈഫ്, എൻ്റെ കുടുംബം, ഹൗസ് കാസ്റ്റ് ദൈവസഭയ്ക്ക് തീരാ ദുഃഖമാണ്. ഞങ്ങളുടെ അഗാധമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഹൗസ് കാസ്റ്റ് ദൈവസഭയുടെ അഗാധമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Representing the Regional Council. ദൈവവചനം പറയുന്നു, ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ദുഃഖസമ്മിശ്രമായിരിക്കുന്ന ഇഹലോക ജീവിതത്തിൽ മനുഷ്യബന്ധങ്ങൾക്ക് വിവിധമായിരിക്കുന്ന പൊട്ടലുകൾ, അകൽച്ചകൾ, വേർപാടുകൾ, തീരാത്ത ദുഃഖം ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുക. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനേക വിഷയത്തിന് ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യെശയ്യാ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കലനുറുങ്ങുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ മെനഞ്ഞവനോട് ഞാൻ കുശവ, നീ എന്നെ ഇങ്ങനെ മെനഞ്ഞുമോ എന്ന് ചോദിക്കുവാൻ എനിക്ക് അധികാരമില്ല. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ഭൂമിയിൽ ചെയ്യുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അതിന് ഉത്തരം ലഭ്യമല്ലാതിരിക്കുമ്പോൾ സൃഷ്ടിതാവാം ദൈവത്തെ പഴിചാരുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ മനുഷ്യരാശിക്ക് അവകാശമില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് ദൈവഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനും തന്റെ സകല ഗ്രഹത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ജീവിതചര്യകളുടെ ഓരോ നിമിഷത്തിലും വിശുദ്ധനായി നിന്നവന്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അനവധി സംഭവങ്ങൾ താൻ അഭിമുഖീകരിച്ചു. അവസാനമായി ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ 7 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ 7 ശവശരീരവും താൻ മുന്നിൽ കണ്ടു. ഇയ്യോബ് അതിഭക്തനായിരുന്നുവെങ്കിൽ തന്റെ ദുഃഖം പ്രകടിപ്പിച്ചു. തന്റെ വസ്ത്രം കീറി തലയിലെ മുടി അവൻ ഇറക്കി തന്റെ വേദനയെ പ്രകടിപ്പിച്ചു. ഏതൊരു മനുഷ്യനും വേദനയുണ്ട്. പ്രിയ തമ്പിച്ചാലും കുടുംബവും കർത്താവിന്റെ ദാസൻ ഷിനോയും ഈ വിഷയം ഫേസ് ചെയ്തപ്പോൾ അവരുടെ ദുഃഖവും അഗാധമായ വേദനയും നിലവിളിയിലൂടെ അവരെ പ്രത്യക്ഷമാക്കിയെങ്കിലും ജാതികളെ പോലെ അവർ വിലപിക്കുന്നവരല്ല. അവർ ദുഃഖം പ്രകടിപ്പിച്ചു. ആ പ്രത്യാശയാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇയ്യോബ് പറയുന്നു, ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ ഞാൻ തിരികെ പോകുന്നു. യഹോവ തന്നു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഷെറിൻ ഒരു ഗിഫ്റ്റായി ദൈവം കർത്താവിന്റെ ദാസൻ ഷിനോയ്ക്ക് നൽകി. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഈ കർത്തൃദാസിയെ വിളിച്ചു അവന്റെ രാജ്യത്തിലേക്ക് ചേർത്തു. അതുകൊണ്ട് തിരുവചനത്തിൽ നമുക്ക് ആശ്വസിക്കുവാനുള്ളത് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും നാം അവനോടുകൂടെ ഇരിക്കുകയും ചെയ്യും എന്നുള്ള ഈ വചനത്താൽ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും ഭാരപ്പെടരുത്. കർത്താവിന്റെ വരവിന്റെ ദിനത്തിൽ
അവന്റെ ഭാര്യയെ, ഞങ്ങളുടെ വാത്സല്യ സഹോദരിയെ മുഖാമുഖമായി കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ നിറയാം. ഈ അവസരത്തിൽ ഛത്തീസ്ഗഡ് ഇന്ത്യ സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ കൗൺസിലിൽ നിന്നുള്ള എല്ലാവിധമായിരിക്കുന്ന അനുശോചനങ്ങളും കുടുംബത്തിന് അറിയിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ദൈവമായ മഹാദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ആശ്വാസവാക്കുകളിൽ കൂടെ നാം അന്യോന്യം ആശ്വാസം പ്രാപിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വാക്കുകളിൽ കൂടെ ഇന്ന് പകലിൽ അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കർത്താവിന്റെ ദാസൻ, നാം എല്ലാവരും ബോംബെ പട്ടണത്തിലുള്ള എല്ലാ ദൈവമക്കളും അറിയുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന്റെ ഒരു അനുഗ്രഹീത ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എം.ഡി. ഫിലിപ്പോസ് ശരീരത്തിൽ വളരെ സൗഖ്യമില്ലാതെ താൻ ഹോസ്പിറ്റലിലായിരിക്കുന്നു. പ്രത്യേകം ഈ കോൺഗ്രിഗേഷനിൽ പ്രാർത്ഥിക്കണം എന്ന മെസ്സേജ് ലഭിക്കുവാനിടയായതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ കർത്താവിന്റെ ദാസനെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ P.N. ജോർജ് അവറുകൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം.ഡി. ഫിലിപ്പോസിനെ ഓർത്തുകൊണ്ട് ഈ സമയത്ത് പരസ്യമായി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഈ ദുഃഖവേളയിൽ വീണ്ടും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം അടുത്തു വന്നു. ഞങ്ങളുടെ വാത്സല്യ മോളുടെ വേർപാടുകളുടെ ബന്ധത്തിൽ ഞങ്ങളിവിടെ കടന്നു വരുവാനും ഇതുവരെയും കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ ആശ്വാസം പ്രാപിക്കുവാനിടയായിട്ടും ഞങ്ങളുടെ കൂട്ടപ്രവർത്തകരായിരിക്കുന്നവരെ കർത്താവിനെ ആശ്വസിപ്പിക്കുവാനിടയായി തുടർന്ന് കർത്താവെ ഞങ്ങളെ വേണ്ടപ്പെട്ടതായ പാസ്റ്റർ ഫിലിപ്പോസിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനായിരിക്കുന്നതായ സ്ഥാനത്തെ നീ വ്യക്തമായി അറിയുന്നല്ലോ. നിന്റെ ആത്മാവിൽ നിമിഷകാലം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിലും നിന്റെ ശക്തിയുള്ളതായിരിക്കുന്നതായ ആ വചനം അയച്ച് നിന്റെ ദാസനെ സൗഖ്യമാക്കുവാൻ ഒരുമിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുവാൻ, നിന്റെ അധികാരത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുവാൻ, സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുവാൻ, ആലോചനയുടെ ശക്തി വെളിപ്പെട്ടു വരുവാൻ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കടന്നു വരുവാൻ നിന്റെ അധികാരത്തോടെ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീരവരവ സമ്പനം രാജര ഗൗരവി ഗാസ്രാജ ഗൗരവ അഗര ജോദന ഹൈദരായ ദിമന ഹസ്തഥാവര ഗൗരവ യേശു മसीह का नाम से अंदर के सारे बंधन को तोड़ के मैं प्रार्थना करता हूं. യേശു के नाम से सगल रोगों सौख्यമാക്കുന്ന യേശുവിന്റെ ശക്തി നിന്റെ ദാസന്റെ മേൽ നിമിഷകാലം വഹിച്ചു നീ വിടുതൽ കൽപ്പിച്ചോ ബലപ്പെടുത്തിയിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. കൃപ പകർന്നിരിക്കാൻ സ്തോത്രം. ഇവിടെ കൂടി എല്ലാവരെയും നീ ആശ്വസിപ്പിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് ഗാനം പാടും. അതിനുശേഷമായി ഫാമിലി മെമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് 2-3 പ്രിയപ്പെട്ടവർക്ക് ചില വാക്കുകൾ ഓർപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരമാണ്. Now the choir, and after that Reverend Abraham Varghese, vicar of Mattoma Church, Mira Road. Then അതിനുശേഷം Joey John, Sherril's representing Sherril's family. Then Brother Reggie Sam representing Pastor Shinoy's family. Now the choir, please. യുഗാന്ത്യകാലത്തിൽ
representing the family. മറ്റൊമ്മ മീര റോഡ് ചർച്ചിൻ്റെ വികാരായി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കഥാവദാസൻ റവറൻഡ് എബ്രഹാം വർഗീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എവിടെ നിന്ന് എങ്ങനെ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിനെ പറ്റി പറഞ്ഞതുപോലെ നിന്റെ അമ്മയിലും വലിയമ്മയിലുമുള്ള വിശ്വാസം നിന്നിൽ കണ്ടിരിക്കും. എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ മക്കളായി കൊച്ചുമക്കളായി വളർന്നു വരുവാൻ അച്ഛന് അക്ഷരത്തെ ഫസ്റ്റ് കസിനാണ്. രണ്ടുപേരുടെയും മാതാചാട്ടത്തിൽ അനന്തിമാരാണ് അഭിനയിക്കുന്നത്. Now brother Joey John Shavin's family. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു സ്റ്റാൻസ് പാടുവാൻ കൃപ നൽകി. എല്ലാവരും ഇവിടെ എന്നോട് ഇവിടെ ചേർന്ന് പറയാറുണ്ട്. പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ആത്മീയമായി പ്രിയപ്പെട്ട ഷിനോയും ഷെറിനുമായി വിവാഹം കഴിഞ്ഞ നാൾ തുടങ്ങി ഈ കുഞ്ഞുങ്ങൾ ആഴ്ച 2-3 പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കും. ഹല്ലേലൂയ. ഇവരുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവാത്മാവ് എന്നിൽ കൂടെ പറഞ്ഞെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുണ്ട്. ഹല്ലേലൂയ. അവരോടുണ്ടെങ്കിൽ അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളിൽ ഇവർക്ക് കുറവ് നൽകി. വളരെ ഞങ്ങൾ അനുഗ്രഹത്തോടെ ഹല്ലേലൂയ വിദേശ രാജ്യത്തെ ഞങ്ങൾ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഓർക്കും കർത്താവേ ഹല്ലേലൂയ ഇങ്ങനെ എന്താണ് ചെയ്തത്. എന്നാൽ എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാവും. ഹല്ലേലൂയ. അതൊക്കെ ദൈവനാമത്തിനായിട്ട് കർത്താവ് ചെയ്ത് ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ട്. ഹല്ലേലൂയ. ലാലുവിന്റെ ജ്യേഷ്ഠതയുടെ ഭർത്താവാണ് ഞാൻ. ഹല്ലേലൂയ. ഈ കുടുംബത്തെ ഓർത്ത് ഇവരെ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ അയച്ചെങ്കിലും ഇവര് പറഞ്ഞു വിട്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മോൾ എന്നോട് പറയുന്നത് ജോയിച്ചാ എനിക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ക്യാഷിന്റെ ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജോയിച്ചാൻ എപ്പം വിളിച്ചാലും എന്നോട് പറയായിരുന്നു. മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പേ ഹല്ലേലൂയ ഞങ്ങൾ ഇന്റർനെറ്റിൽ കൂടി ഇവരെ കണ്ടു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിക്കൊണ്ടതാണ് ഈ പറഞ്ഞില്ലാത്ത ദാനങ്ങളൊക്കെ കർത്താവ് നിങ്ങൾക്ക് തന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്റർനെറ്റിൽ കൂടെ അങ്ങോട്ട് ഒരു കൊല്ലം പഴമെടുത്ത് അങ്ങോട്ട് കാണിച്ചു. അവരും ഞങ്ങൾ ഒരു കിലോ പഴമെടുത്ത് ഇങ്ങോട്ട് കാണിച്ചു. ഹല്ലേലൂയ. കേക്ക് മുറിക്കുന്നു കഴിക്കുന്നു ഒക്കെ ഞങ്ങൾ മോളെ നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് ആദ്യമായിട്ട് പ്രവർത്തിക്കാൻ കർത്താവ് നിങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. ദൈവം ഇഷ്ടം ചെയ്ത കർത്താവിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. തുടർന്നും എൻ്റെ മക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. Brother Regis
നാം ഈ ശുശ്രൂഷയുടെ ഏകദേശം സമാപന സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അനുശോചനത്തിന്റെ സമയം ഇവിടെ അവസാനിച്ചു. ഓക്കെ, പൂർത്തീകരിച്ചോട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരുമിച്ചുണ്ട്. വളരെ സന്തോഷത്തോടെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ സെമിനാരി പഠിക്കുന്നതിന് മുൻപ് മിക്കവാറും അവധി കിട്ടുന്ന സമയങ്ങളിൽ എൻ്റെ മമ്മിയുടെ വീട്ടിലും മറ്റു ഭവനത്തിലും അവധിക്കാലത്ത് പോകുന്നതായിരുന്നു. എപ്പോഴും ചേട്ടത്തി അനീതി എപ്പോഴും കൈക്ക് പിടിച്ച് വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്നത് ഞാൻ കാണുന്നുണ്ട്. സൺഡേ സ്കൂളിലൊക്കെ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ പഠിച്ചു വളർന്നു വന്ന നല്ല കുടുംബം. എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതോടെ ചെല്ലുന്നതിന് ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ആകസ്മികമായ അച്ഛൻകുഞ്ഞാന്റെ വേർപാട്. പെട്ടെന്ന് സാഹചര്യങ്ങളെല്ലാം മാറി വളരെ വേദന ഉണ്ടായ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ലാലുമാമയ്ക്ക് തൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ വേർപാടിൽ എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അച്ഛൻകുഞ്ഞാന്റെ ആ ജോലിയുടെ സ്ഥാനത്ത് അവിടെ തന്നെ മോളെ ആക്കുവാൻ തക്കവണ്ണം പ്രിയ ലാലുമാമയ്ക്ക് സാധിച്ചു. തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സന്തോഷത്തോടെ സമാധാനത്തോടെ പോവുകയായിരുന്നു. പോകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾ മുൻപ് എൻ്റെ പാസ്റ്റേജിൽ കടന്നു വന്നു. വളരെ സന്തോഷത്തോടെ അവിടെ ആയിരുന്നു. അതിനുശേഷം വളരെ സന്തോഷം പറഞ്ഞു. ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി സന്തോഷങ്ങളുമായിട്ടാണ് ഞങ്ങള് പ്രിയ ഷെറിനെ പറഞ്ഞു വിടുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് അച്ഛൻകുഞ്ഞാന്റെ കുടുംബമായ കാവിൽ കുടുംബത്തിന്റെ പേരിലും ചക്കുതല കുടുംബ യോഗത്തിന്റെ പേരിലുമുള്ള പ്രത്യേകമായ ദുഃഖവും അനുശോചനങ്ങളും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു.